പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഫ്ലവേഴ്സ് കുടുംബത്തിലൊരു അംഗം പോലെയായിരുന്നു പലപ്പോഴും സലീം കുമാർ. കോവിഡ് കാലത്തൊക്കെ വളരെ സജീവമായി നമ്മുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. സിനിമ എൻഗേജ്മെൻ്റ് ഒക്കെ കുറയുമ്പോഴും ഓടി ഫ്ലവേഴ്സിൻ്റെ ഫ്ലോറിലേക്ക് വരുന്നൊരു നടനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു അകൽച്ച നമ്മളുമായിട്ടുണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും ഫ്ലവേഴ്സും 24ഉമായിട്ട് ചേർന്ന് നിൽക്കാൻ സലീം കുമാർ ശ്രമിച്ചിരുന്നു. സലീം കുമാറിനെ ഒരുപാട് കാലം മുമ്പേ പരിചയപ്പെടാനുള്ള ഒരു അവസരവും എനിക്കുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലൊക്കെ തന്നെ കോമിക്കോള, അതുപോലെ സിനിമാല തുടങ്ങിയ പരിപാടികളിലൊക്കെ സലീം കുമാർ വന്നു പോവുകയുമായിരുന്നു. ഏഷ്യാനെറ്റ് സംഘടിപ്പിക്കുന്ന എല്ലാ ചലച്ചിത്ര പുരസ്കാര പരിപാടികളിലും മേളകളിലും ഒക്കെ തന്നെ സലീം കുമാറിൻ്റെ സാന്നിധ്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും സലീം കുമാർ എത്രയോ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഒരു 10-30 കൊല്ലമായി തന്നെ സലീം കുമാറുമായിട്ടുള്ളൊരു ബന്ധമുള്ള ഒരാൾ എന്ന നിലയിൽ സലീമിൻ്റെ വിയോഗം വല്ലാതെ നൊമ്പരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. ഒരു സങ്കടകരമായൊരു സാഹചര്യമാണ്. പിന്നെ പ്രിയപ്പെട്ടവർക്ക് അറിയുന്നത് പോലെ മരണം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ ചിലപ്പോൾ പാതി വഴിയിൽ ഇറങ്ങിപ്പോയി എന്ന് വരും. രണ്ട് തടിക്കഷ്ണങ്ങൾ പോലെയാണ്, നദിയിൽ ഒഴുകുന്ന രണ്ട് തടിക്കഷ്ണങ്ങൾ പോലെയാണ് മനുഷ്യജീവിതം എന്ന ആളുകൾ പറയാറില്ലേ. ചിലപ്പം മുന്നേ ഒഴുകുന്ന തടിക്കഷ്ണത്തിന് മുന്നിൽ കയറും പിന്നെ ഒഴുകുന്ന തടിക്കഷ്ണം, അതിൽ മുൻപിൻപ് എന്ന് പറയുന്നൊരു സംഭവമില്ല. അതുപോലെയാണ്. കുറച്ചധികം കാലമായി സലീം കുമാർ ചികിത്സയിലുണ്ടായിരുന്നു. അമൃത ആശുപത്രിയിലും കൊച്ചിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു. എന്തായാലും ആ മരണം സംഭവിച്ചു. ആ കുടുംബത്തിന് അത് നേരിടാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.